ജീവനുള്ള ലൂത്ത് നബി അലൈഹിസ്സലാമിന് ജീവനില്ലാത്ത ഭാര്യ ഉണ്ടായിപ്പോയി, ഈമാനും തഖ്വയില്ലാത്ത ഭാര്യ ഉണ്ടായിപ്പോയി. ജീവനുള്ള ആസിയ ബീവി റളിയല്ലാഹു അൻഹക്ക്, ഈമാനിയായ ജീവനുള്ള ആസിയ ബീവിക്ക് ജീവനില്ലാത്ത ഭർത്താവ് ഫറോവ ഉണ്ടായിപ്പോയി. ഇതൊക്കെ റസൂലുള്ളാഹി സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഉമ്മത്തിന് സംഭവിക്കും, അങ്ങനെയുണ്ടാകും. ഇബ്ലീസിന്റെ ഒരു മുസ്ലിം ആയിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലൊരു ഹദീസ് റസൂലുള്ളാഹി പറയുന്നു, ഓരോരുത്തരെയും ശൈത്താനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ശൈത്താനാണ് ഇബ്ലീസിന്റെ മക്കള്. വൻ അബുശയാത്തീൻ, പിശാചിന്റെ വാപ്പയാണ്, ശൈത്താന്മാരുടെ വാപ്പയാണ് ഇബ്ലീസ്. ആ ഇബ്ലീസിന് ഉണ്ടായ ഒരു മകനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുന്നു. അപ്പോൾ നബിയോട് ചോദിച്ചു, ആയിഷ ബീവി തങ്ങൾക്കുമില്ലേ അങ്ങനെ ഒരു പിശാച്? ഉണ്ടായിഷ, ഫഇന്ന ശൈത്താനി അസ്ലം, എന്റെ ശൈത്താൻ മുസ്ലിമായിരിക്കുന്നു. അതങ്ങനെ പറ്റൂ. റസൂലുള്ളാഹിന്റെ ശൈത്താൻ മുസ്ലിമായില്ലെങ്കിൽ ദുനിയാവിലെ മുസ്ലിം ആരും ഉണ്ടാവില്ല. അതങ്ങനെ, അതിന് കഴിയില്ല. അതിന് റസൂലുള്ളാഹിനൊന്നും ചെയ്യാൻ കഴിയില്ല. റസൂലുള്ളാഹിനൊന്നും ചെയ്യാൻ കഴിയില്ല പിശാചിന്. അതങ്ങനെ നടക്കാന്നല്ലാതെ കണ്ടു. ഒരു ഹദീസിലുണ്ട്, എല്ലാ മനുഷ്യരെയും പിശാച് തോണ്ടുന്നതാണ്, തൊടുന്നതാണ്. മാ മിൻ മൗലൂദിൻ യൂലദ് ഇല്ലാ ഹുവ മസ്സഹു ശൈത്താൻ ഹീന യൂലദ്. ജനിക്കുന്ന ടൈമിൽ പിശാച് തൊടാത്തവരില്ല. ഇല്ലാ മറിയം ഇബ്നുഹു ഈസാ, മറിയമും തന്റെ മകൻ ഈസയും ഒഴികെ. ഈസാ നബി ജനിക്കുമ്പോൾ പിശാച് തൊട്ടിട്ടില്ല. എന്നോടൊരാൾ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹിനെയും തൊട്ടോ? ഈസാ നബിക്കാണ് വലിയ ആളാണോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനെക്കാണ് വലിയ ആളാണോ ഈസാ നബി എന്ന് ചോദിച്ചു. ഞാൻ അയാളോട് പറഞ്ഞു, പിശാച് തൊടാത്തത് കൊണ്ട് ഫലം ഒന്നും സംഭവിച്ചില്ല ഈസാ നബിക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് റസൂലുള്ളാഹിനെക്കാണ് വലിയ ആളാവൂല. പിശാച് തൊട്ടിട്ടും ഒന്നും പറ്റാതിരിക്കുമ്പോഴാണ് അതിനേക്കാൾ വലുതാവുക. അങ്ങനെയാണ് റസൂലുള്ളാഹിക്കുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. അഥവാ പിശാച് തൊട്ടു എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല, അതാണ് വലിയ പവർ, അല്ലേ? അതാണ് പവർ. ബഹുമാനപ്പെട്ട ഈസാ നബിക്ക് വലിയ പവറുണ്ട് പിശാച് തൊട്ടില്ല എന്നത്. പക്ഷെ തൊട്ടിട്ടും ഒന്നും സംഭവിക്കാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ എന്ന് പറയാൻ ഈസാ നബിയെ പറ്റില്ല, ലോകത്ത് ആദം നബിയെ പറ്റില്ല, ആരെയും പറ്റില്ല. അത് അല്ലാഹുവിന്റെ റസൂലിനെ മാത്രമേ പറ്റുകയുള്ളൂ. ഫഇന്ന ശൈത്വാനി അസ്ലം, എന്റെ പിശാച് മുസ്ലിമായിരിക്കുന്നു. ചിലർ പറയുന്നു അസ്ലമ എന്ന് പറഞ്ഞാൽ മുസ്ലിമായി നല്ല വഴിപ്പെട്ടു എന്നാണ്. അങ്ങനെയാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത്. അപ്പൊ ഇനി മുസ്ലിം ആയിക്കണമെങ്കിൽ ആകെ ഒരു പിശാചേ ഉള്ളൂ, ബാക്കി ഒക്കെ കാഫർ. ഇനി പിശാചൊട്ട് നന്നാവൂല. അതങ്ങനെയാണ്. അതേപോലെ ചിലന്തിയുടെ മക്കളും ചിലന്തിയുടെ പിതാക്കന്മാരും ഒരിക്കലും നന്നാവൂല. അവരങ്ങനെ വൃത്തികെട്ട് പടക്കപ്പെട്ടു പോയി. അവർക്ക് ഇനി ബർക്കത്ത് കിട്ടൂല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാവൽ നിന്ന ആ പ്രാവിന് വരെ മഹത്വം. നമ്മളൊക്കെ നബിയുടെ ആളുകളാവണം, നമുക്ക് മഹത്വം കിട്ടും, അവിടുത്തെ ബർക്കത്ത് കിട്ടും. അവിടുത്തെ സദസ്സുകൾ സംഘടിപ്പിക്കണം, അവിടുത്തെ മഹ്ദുഹുകൾ പറയണം, അതിന് വേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മളെ സമ്പത്തും നമ്മളെ സൗകര്യങ്ങളും നമ്മളെ വീടും അതിനുള്ളതാക്കി മാറ്റണം. അല്ലാഹു ഇതിന് ബർക്കത്ത് നമുക്ക് നൽകും. അല്ലാഹു നൽകുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി അങ്ങനെ മദീനയിലെത്തി. വളരെ ചുരുക്കുന്നു. മദീനയിൽ ചെന്ന് അവിടെ 2 വർഷം നിന്നു. അതിന്റെ ഇടയിൽ പലതും മക്കക്കാര് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുമ്പ് ചെയ്ത അവരും അതാ റസൂലുള്ളാഹിനെ കട്ടപ്പെടുത്താൻ തുടങ്ങി. അവസാനമായി അതാ 2 വർഷം കഴിയുമ്പോഴും രണ്ടാമത്തെ വർഷവും അള്ളാന്റെ റസൂലിനെ ബുദ്ധിമുട്ടാക്കുന്നു, പല വിഷമങ്ങളും അഴിച്ചുവിടുന്നു. അതിനൊക്കെ അവർക്കുള്ള സാമ്പത്തിക കഴിവ് അവരുടെ 2 കച്ചവടങ്ങളാണ്. ആ കച്ചവടങ്ങളുടെ ആസ്തിയാണ് യമനിലേക്കൊരു കച്ചവടം, അതുപോലെ ഷാമിലേക്കൊരു കച്ചവടം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖുറൈശിൽ അത് പറയുന്നുണ്ട്. ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റഹ്ലത്തശ് ശിതാഇ വസ്സൈഫ്. 2 കച്ചവടമാണ് ഖുറൈശികൾക്കുള്ളത്. അതാണ് മക്കായിലെ ഖുറൈശികളുടെ മുഴുവനും ആസ്തിയും. ആ കാശ് ഉപയോഗിച്ചാണ് അവർ റസൂലുള്ളാഹിനെയും സഹാബിമാരെയും കട്ടപ്പെടുത്തുന്നത്. അല്ലാഹു അങ്ങ് 12 വർഷം കഴിഞ്ഞപ്പോൾ അതാ ഉദിനലില്ലദീന ളുലിമൂ, മർദിതരായ വിഭാഗത്തിനങ്ങ് സമ്മതം കൊടുത്തു റബ്ബു തആല.
എന്തേ സമ്മതം കൊടുത്തത്? നബിയെ ഇനി നോക്കി നിൽക്കണ്ട, 12 വർഷമായി ഇനി തങ്ങൾ അതാ ഷാമിന്ന് അബൂ സുഫിയാൻ വരുന്നുണ്ട് നബിയെ. അബൂ സുഫിയാൻ 1000 ഒട്ടകങ്ങളുടെ മുകളിൽ 1000 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ പറ്റിയ കച്ചവട സാധനങ്ങൾ വാങ്ങി മക്കയിലെ എല്ലാ വീട്ടുകാരും ഒരു വ്യക്തിയല്ലാത്ത എല്ലാവർക്കും ഷെയറുള്ളതായ ആ വലിയ കച്ചവടം 40 കച്ചവടക്കാർ മാത്രമാണ് കൂടെയുള്ളത്. ഒരഭിപ്രായത്തിൽ 30. ആ 40 ആളുകൾ മാത്രമാണുള്ളത്. 1000 ഒട്ടകങ്ങളുണ്ട്. ആ 1000 ഒട്ടകങ്ങളുടെ മുകളിലായി വരുന്ന പൊന്നുകളും പട്ടുവസ്ത്രങ്ങളും മറ്റ് പലതും അതാ 6 മാസം മക്കയിൽ വന്ന് അതാ വിൽക്കാനും അതാ ലാഭമുണ്ടാക്കാനും പറ്റിയ സാധനങ്ങളുടെ വലിയ സാധനങ്ങളുമായി അതാ 1000 ഒട്ടകങ്ങൾ വരുന്നുണ്ട്. അതിനങ്ങ് പിടിച്ച് തകർക്കൂ നബിയേ. അതങ്ങ് തകർന്നാൽ പിന്നെ അവരിനി മുസ്ലിമീങ്ങളുടെ നേരക്ക് വരില്ല. 12 വർഷം എല്ലാ അക്രമവും ഏറ്റുവാങ്ങി ഒന്നും പ്രതികരിക്കാതെ അവസാനമായി റസൂലുള്ളാഹിനെ അല്ലാഹു ആ കച്ചവടം തകർക്കാൻ പറയുന്നു. ഇതാണ് ബദറിന്റെ തുടക്കം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, നാം ഇത് ചെയ്യണം. ഇങ്ങനെ അബൂ സുഫിയാൻ വരുന്നുണ്ട്, അത് തകർക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സ്വഹാബത്തിൽ നിന്ന് 313ഓളം ആളുകൾ മാത്രമാണ് അതാ റസൂലുള്ളാഹി തങ്ങൾ കൂട്ടുന്നത്. വളരെ ചുരുങ്ങിയ ആളുകളുമായി പോയി അബൂ സുഫിയാന്റെ അരികിലേക്ക്. അപ്പോഴേക്കും ഈ വിവരം അബൂ സുഫിയാൻ അറിഞ്ഞു. അബൂ സുഫിയാൻ അറിഞ്ഞിട്ട് അയാളുടെ കൂട്ടത്തിലുള്ള ലംലമിൽ ഗിഫാരി എന്ന് പറയുന്ന മനുഷ്യനെ വിളിച്ചിട്ട് പറയുന്നു, നീ പെട്ടെന്ന് ചെന്നിട്ട് മക്കയിൽ വിവരം അറിയിക്കണം. കച്ചവട സാധനങ്ങളുമായി അങ്ങനെ ഓടാൻ കഴിയില്ലല്ലോ. നീ നല്ല സ്പീഡിൽ പോയിട്ട് ഒരു ഒട്ടകത്തിനെ കൊടുത്തിട്ട് പറയുന്നു, 1000 കയ്യിലേൽപ്പിച്ചിട്ട് പറയുന്നു, നീ ചെന്ന് മക്കയിൽ അബൂ ഖുബൈസ് പർവ്വത മുകളിൽ ചെന്ന് അട്ടഹസിക്കണം. നീ ചെന്നിട്ട് പറയണം, മക്കക്കാരെ, നിങ്ങളുടെ മുഴുവനും ആസ്തി നഷ്ടപ്പെടാൻ പോകുന്നു. മുഹമ്മദും പാർട്ടിയും സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമ്മളുടെ കച്ചവടം തകർക്കാൻ പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറയണം. അതുകൊണ്ട് ഇത് രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ കടമയാണെന്ന് പറയണം. ലംലം പുറപ്പെടുന്നു. വിശാല ചരിത്രമാണ് ബദർ, ഇങ്ങനൊന്നും പറഞ്ഞാൽ പറ്റൂല. ലംലങ്ങമെന്ന് പുറപ്പെട്ടു, മക്കയിൽ ചെന്നു, വിളിച്ചു പറഞ്ഞു, ആളുകളെ മുഴുവനും കൂട്ടി സംഭവം അറിയിച്ചു. അബൂജഹലും പാർട്ടിയും ആ ലംലം വന്ന് വിളിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ഉപ്പയായ അബ്ദുല്ലാ തങ്ങൾ റളിയല്ലാഹു അൻഹു, മഹാനായ വലിയാണ് അബ്ദുല്ലാ തങ്ങൾ. വലിയ മഖ്ബറ അബ്ദുല്ലാ തങ്ങൾക്ക് മദീനയിൽ ഉണ്ടായിരുന്നു. താരീഖുൽ മദീന എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ ചിത്രമുണ്ട്. ഹാദാ ഖബ്റു അബി സയ്യിദിനാ മുഹമ്മദിൻ അബ്ദുല്ലാ എന്ന റസൂലുള്ളാഹി തങ്ങളുടെ ഉപ്പയായ അബ്ദുല്ലായുടെ ഖബറിന്റെ മഖ്ബറയാണിതെന്ന് വലിയ മമ്പുറം ജാറം പോലെ ഒരു ജാറം മക്കത്തുണ്ടായിരുന്നു. അതിന്റെ ചിത്രം താരീഖുൽ മദീനയിൽ കാണാം, എന്റെ കയ്യിലുണ്ട്. അബ്ദുല്ലാ തങ്ങൾ വലിയ മഹാനാണ്, വലിയ ബറക്കത്തുള്ളവരാണ്, റസൂലുള്ളാഹിന്റെ ഉപ്പയാണ്. അതാ ഖത്താബ മിൻഹുൽ അസ്ലു വൽ ഫർഉ. റസൂലുള്ളാഹിന്റെ ഉപ്പമാര് മുഴുവനും മഹാന്മാരാണ്. തർക്കമില്ലാത്ത സ്വാലിഹീങ്ങൾ മുഴുവനും അംഗീകരിച്ച കേസാണ്. അബ്ദുല്ലാ തങ്ങളെ പേര് പറഞ്ഞ ഉടനെ നസ്റുൽ അലീം എന്ന ഗ്രന്ഥത്തിൽ കാണാം റളിയല്ലാഹു അൻഹു. ഉടനെ പറഞ്ഞു കാണാം റളിയല്ലാഹു അൻഹു. ഫാത്തിമ, ബഹുമാനപ്പെട്ട ആമിന റളിയല്ലാഹു അൻഹാ, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വലിയ മഹാന്മാരാണ്. ഇത്ര ഭാഗ്യം കിട്ടിയവരുണ്ടോ? ബഹുമാനപ്പെട്ട ബുസിരിമാം പറഞ്ഞില്ലേ, അതാ ഹവ്വാ ബീവിയുടെ മക്കളാണ് ഈ ലോകത്തുണ്ടായവരൊക്കെ. പക്ഷേ ഹവ്വായിന് റസൂലുള്ളാഹിനെ ഗർഭം ചുമക്കാൻ ഭാഗ്യം കിട്ടിയില്ലല്ലോ. മറിയം, എനിക്ക് റസൂലുള്ളാഹിനെ ഗർഭം ചുമക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ. ആ ഭാഗ്യം ആമിന കൊണ്ടുപോയി. മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, ആമിന ബീവി റളിയല്ലാഹു അൻഹാ മക്കയിലേക്ക് ലംലം വന്നിട്ട് വിളിച്ചു പറയുന്നതിന് മുമ്പ് 3 ദിവസം മുമ്പ് റസൂലുള്ളാഹിന്റെ അമ്മായിയായ ഉപ്പയുടെ അബ്ദുല്ലാ എന്നവരുടെ പെങ്ങളായ ആത്തിക്ക ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം വലിയ ഗൗരവമുള്ള സ്വപ്നമാണ്. അതിന്റെ വ്യാഖ്യാനം ആത്തിക്കക്ക് തന്നെ അറിയാം. ആത്തിക്ക പറയുന്നു, തന്റെ ആങ്ങളയായ
അബ്ബാസ് തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, അബ്ബാസ്, ഞാനൊരു കുളർമക്കാനിയെ ഈ ഊരിലുള്ള ജനങ്ങൾക്ക് മേലിൽ വലിയ ലാവാരൊന്നുണ്ട് ലാശക്ക്. കുളർമക്കനിയെ, എന്റെ കണ്ണിൽ കുളിരായ എന്റെ ആങ്ങളെ, നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ ഊരിലുള്ള ജനങ്ങൾക്ക്, ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക്, മക്കക്കാർക്ക് മേലിൽ വലിയ ലാവരൊന്നുണ്ട് ലാശക്ക്. വലിയ ബല വരുന്നുണ്ട്, വലിയ മുസീബത്ത് വരുന്നുണ്ട്. എന്തേ? ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരാള് വന്ന് അബൂ ഖുബൈസ് പർവ്വത മുകളിൽ നിന്നൊരു കല്ല് താഴേക്ക് ഉരുട്ടുന്നു. ആ കല്ല് പൊട്ടിത്തെറിക്കുന്നു. മക്കയിലെ ഓരോ വീട്ടിലും അത് ചെന്ന് പതിക്കുന്നു. അവിടെയൊക്കെ മുസീബത്ത് പറ്റുന്നു. ഞാൻ കണ്ടു. ആരോ ഈ നാട്ടുകാരെ എന്തോ ഒരു വേണ്ടാത്തിലേക്ക് കൊണ്ടുപോകാൻ വരുന്നുണ്ട്. അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ആത്തിക, അതൊരു സത്യമാണ്. അത് സത്യമായ സ്വപ്നമാണ്, നീ ആരോടും പറയണ്ട. ഈ വിവരം ആത്തിക വേറാരോടോ പറഞ്ഞിരുന്നു. അതങ്ങനെയുള്ള പെണ്ണുങ്ങൾക്കൊരു വിവരം കിട്ടിയാൽ സുബ്ഹാനല്ലാഹ്, ഇവിടെ ആരെങ്കിലും പെണ്ണുങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കരുത്, നിങ്ങളെ പറ്റിയല്ല, ഞങ്ങളെ നാട്ടിലൊക്കെയുള്ള പെണ്ണുങ്ങളെ പറ്റിയാണ്. എന്താ സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണ് പറയും, നമ്മൾ അതല്ല, ഞാൻ ഇന്ന് വരെ ഒരു രഹസ്യം എന്റെ ഭാര്യനോട് പറഞ്ഞിട്ടില്ല. മോശമായിട്ടില്ല, കാരണം ഓളും പെണ്ണാണ്. ഇതാ പ്രശ്നം. പറയരുത്, ഒരു രഹസ്യവും ഭാര്യമാരോട് പറയരുത്. പൊതുവിനെ ഓരോരുത്തരുടെ ഭാര്യമാര് വിഷമിക്കരുത്. ഇയാൾ എന്തേ പറഞ്ഞത്? അങ്ങനല്ല, നിങ്ങളോട് പറയാൻ പാടില്ലാത്തൊരു രഹസ്യം പറയരുത്. നിങ്ങൾ തന്നെ ഇപ്പൊ നമുക്ക് രഹസ്യം പറയാനുള്ള ആൾക്കാർ, നിങ്ങൾ ബേജാറാണ്ട. അതൊക്കെ അങ്ങനെ നടക്കട്ടെ. ഏതായാലും ഒരു രഹസ്യവും പറയാൻ പാടില്ല ഇവരോ. ഇത് രഹസ്യം പറഞ്ഞു കൊടുത്ത ആത്തിക ഏതോ ഒരു പെണ്ണിനോട്, ഏതെനിക്ക് ഓർമ്മയില്ല, ചരിത്രം ഓർമ്മയില്ല എനിക്ക്. ഉദാഹരണം പറയാ, ഖദീജനോട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഭാര്യയല്ല കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടിട്ട് ആരോടും പറയണ്ട, എന്റെ അടുത്ത് അവിടെ ഇരുന്നോട്ടെ. ഖദീജ കേട്ടിട്ട് മറ്റേ ഖദിയമോനെ കണ്ടോ പറഞ്ഞു, ഖദിയമോ ഇങ്ങനെ ഖദീജ എന്നോട് വിരുത്താൻ പറഞ്ഞു, എന്നോട് ആരോടും പറയണ്ട, പക്ഷെ എന്നോട് പറയാതിരിക്കാൻ പറ്റും, എന്റെ അടുത്ത് അത് അവിടെ ഇരുന്നോട്ടെ. അതന്നെ അതേം മറ്റൊരു വാത്തേനെ കണ്ട വാത്തേനോട് നോക്കി ഞാൻ എങ്ങനെ എന്നോട് ഇവിടെ ഖദിയം ഒരു വർത്താനം പറഞ്ഞു, ആരോടും പറയണ്ട, പക്ഷെ എന്നോട് പറയാതിരിക്കാൻ പറ്റില്ല, എന്റെ അടുത്ത് അത് അവിടെ ഇരുന്നോട്ടെ. ഇങ്ങനെ അരമന രഹസ്യം, അങ്ങാടിയിൽ പരസ്യം. അരമനയിൽ നിന്ന്, ഉള്ളകത്തിൽ നിന്ന്, ബെഡ്റൂമിൽ നിന്ന് ഒരു രഹസ്യം ഭാര്യയുടെ കാതിൽ മന്ത്രിച്ചത്, അങ്ങാടിയിൽ പരസ്യം. അതന്നെ അന്നും സംഭവിച്ചത്. കാരണം അന്നേ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്. അമീന ലക്ഷ്മി ഖദീജത്ത്, അങ്ങേലെ മാധവി മറിയത്ത്, വടക്കീല കുഞ്ഞി പാത്തുമ്മ, മീനാക്ഷി അമ്മ, സൂസമ്മ, കുടിയിരിക്കും തല നോക്കാൻ, കുണ്ടാമണ്ടികളുണ്ടാക്കാൻ. എന്താ നല്ല പെണ്ണാണ്, ഉമ്മാന്റെ അനുജത്തി, ബാപ്പാന്റെ സൗജത്തി, കുസുകൂസിന് മൂപ്പത്തി, അജുമ്മ എന്നോവർ. എന്താ ഉഷാറാ. പക്ഷേ കുസുകൂസിന് മൂപ്പത്തി. ഇവിടെ പെണ്ണുങ്ങളെ പറ്റിയല്ല, ഏതോ നാട്ടിൽ കഴിഞ്ഞു പോയ പെണ്ണുങ്ങളെ പറ്റിയാണെന്ന് മനസ്സിലാക്കുക. ഇതിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് തന്നെയാണ് എന്റെ ഉദ്ദേശം. അല്ല, അവള് പഠിക്കണല്ലോ, ഓളും പഠിക്കണം. ഓളും വേണ്ട നന്നായ നമ്മളെ പെങ്ങന്മാരല്ലേ, നന്നാണ് ഉമ്മമാരെ. നിങ്ങൾ നന്നായ ഞങ്ങളെ പോലെ സാധനം നല്ല ദുന്യാവിലില്ല. റസൂലുള്ളാഹി പറഞ്ഞു, അദ്ദുന്യാ കുല്ലുഹാ മതാഅ് വ ഖൈറു മതാഇഹാ അൽ മർഅതു സ്വാലിഹാ. സദഖ റസൂലുള്ളാഹി. ദുനിയാവ് മുഴുവനും നൈമിഷിക സുഖങ്ങളാണ്. നിത്യമാകുന്ന സുഖം ദുനിയാവിലില്ല. ഇവിടെ നിത്യമാകുന്ന ഒരു സുഖമല്ല. സുഖമിത് മാറും, ശുയിപ്പായി തീരും, സക്കറാത്തുൽ മൗത്തിന്റെ നേരം, ചികിത്സ സഫലീകരിക്കാത്ത നേരം. ഈ സുഖങ്ങളൊക്കെ പോകും കേട്ടോ, ഈ സന്തോഷങ്ങളൊക്കെ പോകും കേട്ടോ. ഈ പാട്ടുപാടി പറയുന്നവൻ, വാളു പറയുന്നവൻ മരിക്കും കേട്ടോ. ഈ കേൾക്കുന്ന കാതുടമകൾ മരിക്കും കേട്ടോ. എന്റെ പെങ്ങന്മാരെ, നിങ്ങളും ഞങ്ങളൊക്കെ മരിച്ചു പോകും. നമുക്കൊക്കെ ഖബറെന്ന് പറയുന്നൊരു ലോകമുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, നൈമിഷിക സുഖങ്ങളാണ് ലോകം മുഴുവനും. അതിൽ നിന്ന് ഏറ്റവും നല്ല നൈമിഷിക സുഖം അൽ മർഅത്തു സ്വാലിഹാ, നല്ല സ്ത്രീകളാണ്. നിങ്ങൾ നന്നാവൂ സ്ത്രീകളെ. ഫാത്തിമയാകൂ, ആയിഷയാകൂ, ഖദീജയാകൂ, മറിയമാകൂ, ആസിയയാകൂ. അല്ലാഹു ആക്കി തരുമാറാകട്ടെ. ആരെയും കുറ്റം പറഞ്ഞതല്ല. യാത്തിക്കയുടെ കയ്യിൽ നിന്ന് ഈ വിവരം അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ആരോടും പറയണ്ടെന്ന്. പക്ഷേ അങ്ങനെ അങ്ങാടിയിലെത്തി ഈ വിവരം. അതാ ലോകപ്രസിദ്ധ ധിക്കാരിയായ, ഏറ്റവും വൃത്തികെട്ടവനായ അബൂജഹൽ എന്ന് പറയുന്ന മനുഷ്യന്റെ കാതിലെത്തി. അബൂജഹൽ ഈ വിവരം അറിഞ്ഞു. അബൂജഹലിനാണെങ്കിലോ നബി കുടുംബത്തോട് വലിയ അമർഷമാണ്.
അയാൾക്ക് വലിയ ദേഷ്യ നബി കുടുംബത്തോട്. എന്താ? മുഹമ്മദ് നബി എന്ന് പറഞ്ഞിട്ടൊരു വിലായത്തുകാരൻ, ഒരു നുബുവത്തുകാരൻ വന്നിരിക്കുന്നു. അങ്ങനെ വല്ല നുബുവത്തും പടച്ചവൻ കൊടുക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ പൗരപ്രധാനിയായി എനിക്കല്ലേ തരേണ്ടത്? ഞാനല്ലേ ഇവിടുത്തെ വലിയവൻ? അങ്ങനെയാ പലർക്കുള്ള സംശയം. ആ സംശയത്തിന് പരിഹാരമില്ല. ഏകാധിപത്യം അറബിക്കടലിൽ എന്ന് പറഞ്ഞ പോലെ ഫറോവക്ക് കിട്ടിയ ശിക്ഷയാണ് അവർക്ക് കിട്ടുക. അങ്ങനെ തന്നെ അബൂജഹലിനും കിട്ടിയത്. അബൂജഹലിന് ബദറിൽ കുത്തിട്ടിയതല്ല, മീകായില വന്ന് കുത്തിയത്, റസൂലുള്ളാഹല്ല കുത്തിയത്. മീകായിൽ വീണതോ അബൂജഹൽ. മീകായിലിന്റെ കുത്തുകൊണ്ടാണ് അബൂജഹൽ വീണത്. ഭയങ്കര വൃത്തികെട്ട സാധനമാണ്. മുമ്പ് ഒരു വേസമ്പാ പറഞ്ഞ്, ഒരു ഭ്രാന്തം പറഞ്ഞ്, ദുന്യാവിൽ 2 ജയില, ഒന്ന് അബൂജഹലും ഒന്ന് തണ്ടർ ജയിലും. അങ്ങനെ തന്നെ അയാൾ ഭ്രാന്തിൽ പറഞ്ഞതാണ്. ജയിലിൽ നിന്ന് അയാൾ പറഞ്ഞ ജഹില്, അബൂജഹല് ലോകപ്രസിദ്ധ ധിക്കാരിയാണ് ആ മനുഷ്യൻ. ഈ മനുഷ്യന്റെ അടുത്ത് വിവരം കിട്ടി. ഈ മനുഷ്യന്റെ അടുത്ത് വിവരം കിട്ടിയപ്പോ ഈ മനുഷ്യൻ സുബ്ഹാനല്ലാഹ് ദേശത്തിലിരിക്കുക. അപ്പോഴാണ് അബ്ബാസ് തങ്ങൾ തവാഫ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്ന്. അബ്ബാസ് മുസ്ലിം ഒന്നും ആയിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ മക്കത്താണുള്ളത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിം അല്ല എന്ന്, പിന്നീട് മുസ്ലിമായി. ആതിക മുസ്ലിമായി എന്നാണ് ബലപ്പെട്ട അഭിപ്രായം. അതാ ബഹുമാനപ്പെട്ട അബ്ബാസ് തങ്ങൾ തവാഫിന് ചെന്നിരിക്കുകയാണ്. അവരെല്ലാവരും തവാഫ് ചെയ്യുമല്ലോ. തവാഫ് ചെയ്യാൻ നിന്നപ്പോ ഇവൻ പ്രസിഡന്റാണ്, പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റാ അല്ലെങ്കിൽ മുത്തവല്യ. ഇവൻ അവിടെ ഇരുന്നിട്ട് അങ്ങനെ സ്വറ പറഞ്ഞു കൊടുക്കുക. മുത്തവല്ലിക്ക് പിന്നെ സുന്നത്തുകാരുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, സ്വറ പറച്ചിലായാലും കാര്യമായിട്ടുണ്ടാവും. ഇവിടുത്തെ മുത്തവല്ലിനെ പറ്റിയല്ലേ ഞാൻ പറയാം. അങ്ങനെ നല്ല മുത്തവല്ലിമാരുണ്ട്, സ്വർഗം വാങ്ങിയ മുത്തവല്ലിമാരുണ്ട്. ബഹുമാനപ്പെട്ട നമ്മളെ കുഞ്ഞുമാനാജിയുടെ ഉപ്പയെ പോലെ അല്ലാഹു തആല അവരെ ഖബർ സ്വർഗമാക്കട്ടെ. സ്വർഗം വാങ്ങിയ മുത്തവല്ലിയാണ്. ഈ നാടിലെ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്. മഹാന്മാരായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, ആലുവായി അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ വടകര മുഹമ്മദ് ഹാജി പാപ്പ. അല്ലാഹു അവരൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കുമാറാകട്ടെ. ഈ കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്നു അവരൊക്കെ. ഇവരുടെ ഉപ്പയിലാണ് ആ ബർക്കത്ത് അല്ലാഹു തആല കൊടുത്തത്. അവരൊക്കെ അവരെ ബഹുമാനിച്ചിരുന്നു. കാരണം അങ്ങനെയായിരുന്നു അവരുടെ ഉള്ളുണ്ടായിരുന്നത്. അങ്ങനത്തെ സ്വർഗം വാങ്ങിയ നേതാക്കന്മാരും മുത്തവല്ലിമാരും ഉണ്ട്. പക്ഷേ വളരെ വിരളമാണ്. ഈ മുത്തവല്ലിയുടെ ഹാല് മൂപ്പര് അങ്ങനെ ഇരിക്കും. 4 ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയാണ്. എന്താണ് ഇങ്ങനെ നോക്കിയിരിക്കല മൂപ്പരെ പരിപാടി. അങ്ങനെയുള്ള മുത്തവല്ലി ചില സെക്രട്ടറിയും പള്ളിയുടെ സെക്രട്ടറിയും പ്രസിഡന്റൊന്നും പള്ളിക്ക് വന്ന അയാൾ പള്ളി കയറില്ല. ജുമാന്റെ അടുത്ത് കുത്തുബ ചെയ്യാൻ നേരത്തെ കയറി. അതുവരെ അവിടെ റൂമിൽ അങ്ങനെ തെണ്ടി അടക്കണാണ്. ഇങ്ങനെ ദുന്യാവും ആഖിറും നഷ്ടപ്പെടുത്തുന്ന ഒരു കമ്പനി കുറെ. അങ്ങനെ ഈ ആൾ അങ്ങനെ ഇരിക്കുക. അപ്പൊ അബ്ബാസ് തങ്ങൾ, അബ്ബാസ് തവാഫ് കഴിഞ്ഞ് വരുമ്പോ ഇതിൽ കൂടെ വരണം കേട്ടോ. ഓക്കെ, അയാൾ പോയി. അയാൾ തവാഫ് കഴിഞ്ഞ് വരുമ്പോ ചെന്ന് എന്തോലും പിന്നെ അയാൾ ചോദിക്കാണ്, നിങ്ങളെ കുടുംബത്തിൽ ഇപ്പൊ ഒരു പെണ്ണ് നബിയും കൂടി വന്നിട്ടുണ്ടോ? എന്നാ അപ്പൊ അവൾക്ക് വഹയി കിട്ടിയത്? അബ്ബാസി അതെന്തിയേ അത് എന്തിയ വെച്ചാൽ എന്റെ പെങ്ങൾ ആത്തിക്ക നബി അയക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ മുസീബത്ത് ഈ നാട്ടിൽ വരുന്നുണ്ട്, ഈ നാടൊന്നായിട്ട് കുട്ടിച്ചോറാൻ പോകുന്നുണ്ടെന്നൊക്കെ ഓള് പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട്. ആര് പറഞ്ഞു എന്നോട്? ഇങ്ങനെ കണ്ടത് പറയാൻ നിൽക്കുക. ഇയാൾ ചൂടായി, അബ്ബാസ് ചൂടായി. അന്തന്നെയല്ലേ കേട്ടതൊക്കെ പറയാൻ പറ്റും. അബ്ബാസിന്റെ മനസ്സിൽ ഈ സംഭവം ഉണ്ട്. ഇവന്റെ ഈ പഹന്റെ അടുത്ത് എങ്ങനെ എത്തി എന്നുള്ള ആൾക്കാണ് ബേജാറായത്. എന്നിട്ട് ഇയാള് പറയാ, എടോ നിങ്ങൾ ആൺകുട്ടിയാണ് നബിയായ പറഞ്ഞ് പെണ്ണുങ്ങളും കൂടി നബിയാണ്. റസൂലുള്ളാഹിനെയാണ് ഈ പരിഹസിക്കുന്നത്. ഈ കുടുംബത്തിൽ ഏക നബി റസൂലുള്ളാഹി തങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റ് ഖുറൈശ് കുടുംബത്തിൽ ഒരു നബി ഉണ്ടായിട്ടില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ ഒരു പ്രവാചകനുമില്ല. ലാസ്റ്റിൽ അല്ലാഹുവിന്റെ റസൂല് മാത്രം. അത് മതി ലോക എല്ലാ പ്രവാചകന്മാരുടെ നേതാവ്. എന്നാൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരൻ ഇബ്രാഹിം നബിയുടെ മറ്റേ മകനായ സാറ ബീവിയുടെ മകനായ ഇസ്ഹാഖിലൂടെ എത്ര മക്കളുണ്ടായി. ഇസ്ഹാഖിന്റെ മകനല്ലേ യാക്കൂബ്, യാക്കൂബിന്റെ മകനല്ലേ യൂസുഫ്. ആ പരമ്പരയിലാണ് ബനു ഇസ്രായേൽ അധിക പ്രവാചകന്മാരും വന്നത്. ഈ പരമ്പരയിൽ അല്ലാഹുവിന്റെ റസൂൽ ഖാതിമുർ റസൂൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ ഈ ആണുങ്ങളൊക്കെ നബിയായ പോരടോ, പെണ്ണ് നബി വന്നിക്കണ്. ഇതൊക്കെ കൂടി പറഞ്ഞ് ആകെ പരിഹസിച്ച്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ കൂടി പറഞ്ഞപ്പോ അബ്ബാസ് ഇത് കൂടി തലവേദനയായി. അങ്ങനെ ഉണ്ടാവല്ലോ, പിന്നെ ഒന്ന് കൊടുക്കാൻ തോന്നിയില്ല, ഒന്ന് കൊടുക്കാതെ അങ്ങോട്ട് പോകുന്നു. പെരിയിൽ വന്ന് വിഷയമായി. പിറ്റേ ദിവസമായപ്പോൾ പെണ്ണുങ്ങളൊക്കെ കൂടി ആകെ കരച്ചിലും. ഞങ്ങളെ ആഹ് ഹംസ അങ്ങട്ടായി, അങ്ങനായി ഇങ്ങട്ടായി, ആരും ഞങ്ങൾക്കില്ലപ്പോ നമ്മളെ പറ്റി ഞങ്ങളെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞിക്കണ് ഇങ്ങനെ പറഞ്ഞിക്കണ്. അബ്ബാസിനോട് ഇവർ കൂടി ചെന്നിട്ട് അങ്ങനാണ്ട് മൂപ്പിച്ച് പെണ്ണുങ്ങളെ കൂടി ഒരു മറുപടി പറഞ്ഞില്ലല്ലോ. അബുല്ലക്കം പറഞ്ഞു. അബുല്ലക്കം എന്നാ ഞങ്ങളുടെ പേര്. ആ അബൂജഹലിന്റെ പേര് അബൂജഹൽ എന്ന് റസൂലുള്ളാഹി വിളിച്ചതാണ്. ജഹലിന്റെ പിതാവ് എന്നാണ് അബൂജഹൽ. അബുൽ ഹക്കം എന്നാണ് ബുദ്ധിമാനി എന്നാണ്. അയാളെ
ബുദ്ധിമാനി എന്നായിരുന്ന ആളുകൾ പേര് കൊടുത്തിരുന്നത്. റസൂലുള്ളാഹി അങ്ങനെ അംഗീകരിച്ചിരുന്നു. പിന്നെ ബുദ്ധിയില്ലാത്തതേ ആൾ ചെയ്യുള്ളൂ. പിന്നെ അങ്ങനത്തെ മനുഷ്യനക്ക് ബുദ്ധിമാനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ വെള്ളിക്കോല് അറിഞ്ഞമായിരുന്നല്ലാണ്ട് വേറത്തെ കാര്യം. ഓമച്ചപ്പയിൽ പോയല്ലോ, വെള്ളിക്കോലിൽ വെള്ളിയില്ല എന്ന പോലെ ഒരു പേര് എന്ത് ബുദ്ധിമാനി, ഒന്നുമില്ലാത്ത സാധനത്തിന് ബുദ്ധിമാനി തന്നെ അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ട് അബുൽ ഹക്കം എന്ന പേര് മാറ്റി റസൂൽ അബുജഹൽ എന്ന് വിളിച്ചതാ. അബുൽ ഹക്കം ഞങ്ങളാകെ വഷളാക്കിയിട്ടുണ്ട്. അങ്ങനെ അബ്ബാസും ഈ അബൂജഹലും കൂടി ഒരു മൽപ്പിടുത്തൊക്കെ നടന്നിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ വിവരം 3 ദിവസം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതവിടെ പൂട്ടിവെച്ചതാ. ലംലം വന്ന് പറയുന്ന വിഷയം അത് തന്നെയാണ്. ജനങ്ങളെ, ഇതാ നിങ്ങളുടെ സ്വത്തുക്കൾ പിടിക്കാനതാ മുഹമ്മദും പാർട്ടിയും സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുന്നു. ഇത് കേട്ട് അബൂജഹലിന്റെ നേതൃത്വത്തിൽ, വളരെ ചുരുക്കട്ടെ, അബൂജഹലിന്റെ നേതൃത്വത്തിൽ അതാ ഒരു വലിയ സംഘം നബി തങ്ങളുടെ എതിരിൽ യുദ്ധത്തിന് തയ്യാറായി പുറപ്പെടുകയാണ്. വഴിയിൽ വെച്ച് അതാ റസൂലുള്ളാഹി തങ്ങളോട് എതിർക്കാനുള്ള എല്ലാ സാമഗ്രികളോടുകൂടെയാണ് പുറപ്പെടുന്നത്. എന്തൊക്കെയാണ്? പുറപ്പെട്ട ബുജാഹിലുടൻ കിബിർ പൊങ്കിയെളുങ്ക് ലിബാസ് ജമൈൻബ്, വലിയ വലിയ കിബിറിന്റെ എല്ലാ വസ്ത്രങ്ങളും ധരിച്ച് അതാ കൈനാത്തുൽ ഹദീസിൽ കാണാം, ചരിത്ര കിതാബുകളിൽ കാണാം, പാട്ടുപാടുന്ന സ്ത്രീകളുണ്ട്. അതാ മറ്റു പല പല സാധനങ്ങളുമുണ്ട്. അതൊക്കെ മുട്ടിയും തട്ടിയും തമാശയും പറഞ്ഞതാ അതാ ഒരു വിഭാഗം റസൂലുള്ളാഹിന്റെ എതിരിൽ പുറപ്പെടുന്നു. ആരുമില്ലാതെ ഖുറൈശികൾ മുഴുവനും പുറപ്പെട്ടു. അബൂലഹബ് എന്ന ഒരു മനുഷ്യൻ മാത്രം പുറപ്പെട്ടില്ല. അയാൾ ഇസ്തഅജറ ആസിം ബിൻ ഹിശാം ബി4000 ദിർഹം, 4000 ദിർഹം കൊടുത്തിട്ട് ആസിം ബിൻ ഹിശാം എന്ന വ്യക്തിയെ പകരമായി വിട്ടുകൊടുത്തു. അയാൾക്കറിയാം അത് പോയാൽ തിരിച്ചു പോരൂല. ഇത് കൊണ്ടുപോകുന്നത് അസ്രായിലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അയാൾ 40,000 റുപ്യ അത് എന്നാ രുചി എത്താൻ മതി, ഞാൻ വരുന്നില്ല എന്നുള്ള നിലക്കാണ്. പക്ഷെ പറഞ്ഞിട്ടില്ല. ഇയാൾ പോയി അത് അവിടെ കൊണ്ടുപോയി പറയുകയും ചെയ്ത് അയാള്. അതിരിക്കട്ടെ. അങ്ങനെ മാത്രമല്ല, ഇതിങ്ങനെ പോകുമ്പോ ഇവർ എത്ര ആളുണ്ട്? 900 ഹദീസിൽ കാണാം. 900 എത്ര? അതെ, 950 മുഖാത്തില, യുദ്ധ കഴിവുള്ള 950 ആളുകൾ. യുദ്ധത്തിൽ പോകുന്നവര് 1000-ലേറെയുണ്ട്. 950ഓളം യുദ്ധമറിയുന്ന ആളുകൾ. പിന്നെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏറ്റങ്ങളൊന്നും യുദ്ധത്തിന്റെ ആളുകളല്ല. ഏറ്റെങ്ങാനും പെണ്ണുങ്ങൾ എങ്ങാനും ഇവിടെ യുദ്ധം തുടങ്ങിയിട്ട് ചീറിയിട്ട് തല മതിയാവില്ല, വണ്ടി കഴിച്ചിലാവും. ഏറ്റൊന്നും ഇതിന് പറ്റൂല. ഒരു തല്ല് കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ ഹാ ഹൂ എന്ന് പറയാനേ കഴിയുള്ളൂ. കഴിയൂല. പെണ്ണുങ്ങളെ കൊണ്ട് അവരെ നോക്കാൻ വേണ്ടി യുദ്ധം പിന്നെ വേറെ ഒന്നും ഇതാക്കേണ്ടി കഴിയൂല. കുട്ടിയാളും പെണ്ണുങ്ങളൊന്നും കൊണ്ടുവരും ചവിട്ടി പൊട്ടിച്ചാൻ പറ്റൂല. പക്ഷെ ഇവരെ കൊണ്ടുപോകണം എന്താ വെച്ചാൽ പാട്ടുപാടാനും പിന്നെ ചോറുണ്ടാക്കാനും കഞ്ഞുണ്ടാക്കാനും കവുവാണല്ലോ എടുക്കു പോകുമ്പോൾ. അങ്ങനെ കൊണ്ടുപോകണതാ. പിന്നെ അങ്ങനെ പോയി. അങ്ങനെ എന്താ പോയിട്ട് എന്തൊക്കെ കളിയാ കളിക്കുന്നു. മൊയ്കുട്ടി വെച്ചിട്ട് മുഴുവൻ പറയണ്ട. അപ്പോഴേക്കും ഏകദേശം അത്തായം വെച്ചു. ഇപ്പൊ തന്നെ അത്തായം വെച്ചിന് മട്ടാണ്. തുടരെ മദ്ദളവും മുരശൊട് മറുവ ഒറ്റകളും, പല പല മദ്ദളങ്ങളും, ഇടയിൽ കൈമണി കിണുലി കിണുകിണിൽ ചില. എങ്ങനെയാ ബാക്കി പാട്ട്? സാമൂന് മദ്രറിയില്ലേ, ഞാൻ മറന്നുപോയി. അതിരിക്കട്ടെ. ഏതായാലും ഈ പാട്ടും ബെയ്ത്തൊക്കെ ആയിട്ട് അങ്ങനെ പുറപ്പെട്ടു. ഒരു ദിവസം ഒരു ഒട്ടകം അറക്കും. 10 ഒട്ടകം ഒരു ദിവസം. ഇതാ 100 ആൾക്ക് ഒരു ഒട്ടകം. അപ്പൊ 1000 ആൾക്ക് 10 ഒട്ടകം. ഇങ്ങനെ അറുത്തിട്ടാ പോണത്. തിന്ന എന്താ പിന്നെ മറ്റേ ഒട്ടകത്തിന്റെ ഇറച്ചി ഇങ്ങനെ മുറിച്ചിട്ടിട്ട് ചുട്ടിട്ട് ഇങ്ങനെ തിന്ന, അതിന് മുകളിൽ കള്ളിങ്ങനെ കുടിച്ച, എന്നിട്ട് ഇങ്ങനെ പാട്ടും പാടി പോവുക. അങ്ങനെയുള്ള ഇതിന് വിധി ഉണ്ടാവില്ല. ആ രൂപത്തിലാണ് പോണത്. ഈ അവസാനത്തെ കുടിയാണ്, അവസാനത്തെ പരിപാടിയാണ്. ഇനി ഇങ്ങനത്തെ ഒരു വിധി ഉണ്ടാകാൻ പോകുന്നില്ല. അതിന് മുമ്പ് കാബത്തിങ്ങ പോയിട്ട് ഒരു ദുആക്ക നടത്തിക്കണ്. ഇറയോനെ ഹാദൽ ബൈത്തുടെ, പടച്ചവനെ ഈ വീടിന്റെ റബ്ബേ. അബൂജഹലിന്റെ ദുആണ്. എന്താ ദുആ പ്രാർത്ഥന ചില ആളുകൾ കേറുണ്ടാവും. ഭയങ്കര ദുആനേക്കാർ ഒരു വിശ്വാസം ഉണ്ടാവില്ല. പടച്ചവനെ ഹക്കും ബാത്തിനും വേറിച്ച് റബ്ബേ. ഇതിനെ ഇപ്പൊ അബൂജഹലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഹക്കും ബാത്തിനും വേറിരിയണം. മോയിൻകുട്ടിയെ ആ പാട്ടിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, അല്ലാഹു തആല പട്ടാങ്ങിൽ കബൂലാക്കിടുക. ഈ ദുആ നല്ലപോലെ അങ്ങ് കബൂലാക്കി ഹക്കും ബാത്തിലാണ് വേറിരിഞ്ഞ്. അബൂജഹലായാലും ദുആക്കുത്തരം കൊടുത്തിട്ടുണ്ട് അല്ലാഹു തആല. കാരണം കാബത്തുങ്ങളാണ് വരുന്നത്. അയാൾ ഞങ്ങൾ ജയിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല. അയാൾ തോന്നുന്നത് ഹക്കും ബാത്തിലും പടച്ചോനെ നിനക്ക് ഏതാന്നറിയല്ലോ, അതിൽ നിന്ന് ഇനി ഹക്കുടയോരെ വിജയിപ്പിക്കണേ എന്നാണ് വരുന്നത്. അങ്ങനെ അതായിരുന്നാലും അവരങ്ങനെ ബദറരികിലെത്തി. എല്ലാം ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോകാൻ കഴിയില്ല. ആ എത്തുന്ന രംഗമൊക്കെ കുറെ പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സഹാബിമാരോട് കൂടെ ബദറിന്റെ അരികിലേക്ക് എത്തുന്നു. മദീനയിൽ നിന്ന്
ബദറുൽ ഹുദായ സീനൻ നബി ഖറജായ നേരം വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടെ അതിലുണ്ട് അബിയലു വർണ്ണമതാ പിൻരണ്ടും അസ്വദുമാമേ. റസൂലുള്ളാഹി തങ്ങൾ മദീനയിൽ നിന്ന് അബൂ സുഫിയാന്റെ കച്ചവട സംഘം പിടിക്കാൻ പുറപ്പെടുന്നു. അതാ അബൂജഹലിനെ അറിയില്ല, അവരുമായി യുദ്ധം നബി തങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നബി തങ്ങൾ അബൂ സുഫിയാന്റെ കച്ചവടം പിടിക്കാൻ പോകുന്നു. അള്ള പറഞ്ഞതാണ് 12 വർഷം എല്ലാ നിലക്കും വേദനിപ്പിച്ച ശത്രുവിന്റെ സാമ്പത്തിക വളർച്ചയെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ നബി തങ്ങൾ പുറപ്പെടുന്നു. മദീനയിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്ന കൺകാഴ്ചയില്ലാത്ത ആ മഹാനായ സ്വഹാബിയെ ഇമാമായി നിശ്ചയിക്കുന്നു. ബഹുമാനപ്പെട്ട ഓരോ റസൂലുള്ളാഹിന്റെ മകൾ റുഖിയക്കന്ന് സുഖക്കടാണ്, അതാ രോഗത്തിലാണ്. റുഖിയ മരിക്കുമെന്ന് റസൂലുള്ളാഹിക്കറിയാം. അതുകൊണ്ട് മരുമകനായ ഉസ്മാൻ തങ്ങളോട് പറയുന്നു, മോനെ നിങ്ങൾ യുദ്ധത്തിന് വരണ്ട, നിങ്ങൾക്ക് യുദ്ധത്തിന്റെ കൂലി റബ്ബ് തരും, നിങ്ങൾ റുഖിയെ പരിചരിക്കുക. ഉസ്മാൻ തങ്ങൾ അവിടെ നിന്നു. രണ്ടുപേര് ഷാമിലേക്ക് പോയിട്ട് യുദ്ധം കഴിയുന്ന മുമ്പ് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. വിട്ടൊട്ടകത്തിന്റെ മുകളിൽ നിന്ന് വീണ് ആത്തും ബൽതാത്തും അവർ രണ്ടുപേരും, ആരാണ് പേര്? വിട്ടൊട്ടകത്തിന്റെ മുകളിൽ നിന്ന് വീണ് ബീരിദർ ഹാത്തിമും ഹൗവാത്തുമാണ് അല്ലേ? അതെ, ഒട്ടകത്തിന് മുകളിൽ നിന്ന് വീണിട്ട്